ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിലിൽ ഓൾറെഡി കണ്ട പോലെ അനോമി എന്ന് പറയുന്ന മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നത്. കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും അതുപോലെ എൻ്റെതായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായവും മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ ഇപ്പോൾ റണ്ണിങ് ആണ്, കാണാൻ കേട്ടോ. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഭാവനയാണ്. ഭാവന സാറ ഫിലിപ്പ് എന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. ആളുടെ ബ്രദറായിട്ട് വരുന്നത് സിയാനാണ്. ഷെബിൻ ബെൻസൺ ആണ് ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അതുപോലെ ഇതിൽ മറ്റൊരു ക്യാരക്ടറായിട്ട് ജിബ്രാൻ, അതായത് റഹ്മാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, അതൊരു കോപ്പാണ്, അതായത് ഒരു പോലീസാണ്. ആളാണ് ഒരു കേസൊക്കെ അന്വേഷിക്കുന്ന ഒരു പോലീസായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ നമ്മുടെ ഈ ചിത്രത്തിന്റെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ ഒക്കെ ഒന്ന് അറിയാം. അങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റായിട്ട് വേണം കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോവാം. ഈ മൂവിയെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിൻ്റെ ട്രെയിലറും ബാക്കി വിശേഷങ്ങളും ഒക്കെ ഒരുപാട് അറിഞ്ഞിട്ടുള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ട്, നമ്മൾ സാധാരണ നമ്മുടെ മലയാളം മൂവീസിനെക്കാട്ടിലും വളരെ ഡിഫറൻ്റ് ആയിട്ട് ജനറലാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ സ്റ്റോറി, അതായത് ഇതിൻ്റെ ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അനോമി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് സാറ ഫിലിപ്പ്, അതായത് ഭാവന അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ഫോറൻസിക് എക്സ്പേർട്ടാണ് സാറ ഫിലിപ്പ്. ആളുടെ ബ്രദറായിട്ടുള്ള സിയാൻ മിസ്സിംഗ് ആയതിനു ശേഷം ഒരുപാട് മരണങ്ങൾ, അതായത് അവളുടെ ലൊക്കാലിറ്റിയിൽ നടന്ന ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നടക്കുവാണ്. അതുപോലെ തന്നെ റഹ്മാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറായിട്ടുള്ള ഗിബ്രാൻ എന്നൊരു പോലീസുകാരൻ, ആളും ഒരു സൈഡിൽ കൂടെ ഈ സിയാന്റെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പക്ഷേ ഗിബ്രാന് ഒരിക്കലും ഈ മിസ്സിംഗ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാറ ഫിലിപ്പ് ഇതിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. അതായത് തൻ്റെ ബ്രദറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആളും കൂടെ ഇറങ്ങിച്ചെല്ലുവാണ്. അപ്പോൾ രണ്ടറ്റത്തുനിന്നും അതായത് ഒരു സൈഡിൽ നിന്ന് സാറ ഫിലിപ്പ് അന്വേഷിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് പോലീസായിട്ടുള്ള ഗിബ്രാൻ അന്വേഷിക്കുന്നു. രണ്ട് സൈഡിൽ നിന്നും അന്വേഷിക്കുമ്പോൾ രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരു ഇമാജിനേഷന്റെ പുറത്തുള്ള ഒരു ഭീകരന്റെ മുമ്പിലാണ്. ഭീകരൻ എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ ശക്തിക്ക് മുന്നിലാണ് ഇവർ രണ്ടുപേരും ചെന്നെത്തുന്നത്. ഫസ്റ്റ് ഹാഫില് ഫിലിം നമുക്ക് തോന്നും എന്തൊക്കെയോ വാരിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു മൂവി പോലെ ഫസ്റ്റ് ഹാഫ് തോന്നുമെങ്കിലും പോകും തോറും നമുക്ക് വളരെയധികം നമ്മളെ എൻഗേജ് ആക്കി ഇരുത്താനായിട്ട് ചിത്രം നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ എന്നതിൽ ഉപരി തന്നെ ഒരു റിയൽ ഗെയിം ടൈപ്പ് മൂവി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അതായത് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഈ ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിച്ച് പോകുന്നതും അതിന് ലാസ്റ്റായിട്ട് ആ ഒരു കില്ലറിനെ കണ്ടുപിടിക്കുന്നതും അതൊക്കെയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന റിയൽ ഒരു എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ ഫിലിപ്പ് ഇങ്ങനെ സിയാന് വേണ്ടിയിട്ട് ഇങ്ങനെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ സാറയ്ക്ക് ഒരു കാര്യം പിടികിട്ടും. അതായത് സിയാന് ഉള്ള അതേ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് ഉള്ള ആൾക്കാരെയാണ് സിയാനും ബാക്കിയുള്ള മിസ്സിംഗ് ആയവർക്കും തമ്മിൽ വളരെയധികം സിമിലർ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിത്രം ലാസ്റ്റോട്ട് പോകുമ്പോഴത്തേക്കും ഈ സ്റ്റോറി പോയി എൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ വില്ലനായിട്ടുള്ള വ്യക്തി പ്രവർത്തികളൊക്കെ ഒരു സൈക്കോപാത്തറ്റിക് പ്രവർത്തികളാണ് ആ ഒരു ആന്റഗോണിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിത്രത്തിലെ വില്ലൻ ചെയ്യുന്നത്. 2023 കേട്ടോ ഈ മൂവി ഓൾറെഡി ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് 3 വർഷത്തിന് ശേഷമാണ് ഈ ചിത്രം റിലീസായത്. ഭാവന ഒരു കെയറിങ്, അതുപോലെ തന്നെ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്ററിന്റെ റോളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആളുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് ഒരു ബ്രേക്കിന് ശേഷമാണ് ആള് മൂവിയിലോട്ട് പിന്നെയും വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയിൽ നല്ല രീതിയിൽ തന്നെ ആള് കംബാക്ക് കൊടുത്തിട്ടുണ്ട്. അവളുടെ ക്യാരക്ടർ കുറേ ടഫ് കാര്യങ്ങളിലൂടെ, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ടഫ് കാര്യങ്ങളിലൂടെയാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ആ ഒരു ചാലഞ്ചസ് ഒക്കെ ആൾ നേരിട്ട് ആ ഒരു സിറ്റുവേഷൻ അത്രയും അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ എത്തുന്നതാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ റഹ്മാന്റെ ക്യാരക്ടറായിട്ടുള്ള ഗിബ്രാൻ അടിപൊളിയായിട്ട്, ആ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ആളുടെ സ്റ്റോറി ലൈൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഒരു ട്രോമ അയാൾ അനുഭവിക്കുന്നുണ്ട്, അതൊക്കെ ചിത്രത്തിൽ കാണാൻ പറ്റും. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അയാളും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് എന്ന് പറയുമ്പം കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ റഹ്മാൻ കുറച്ച് പാടുപെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഷെബിൻ ബെൻസൺ ആണ് ബ്രദറിന്റെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആളും നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സീരിയൽ കില്ലർ വൈബിലുള്ള ഒരു മൂവി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി മസ്റ്റായിട്ട് കാണാം കേട്ടോ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ അധികം സീരിയൽ കില്ലർ മൂവീസ് അങ്ങനെ ഇറക്കിയിട്ടില്ല. 5-ാം പാതിര, ഫോറൻസിക്, അങ്ങനെ
കുറച്ച് 2-3 സിനിമകൾ ഒഴിച്ചാൽ അത്രയും നല്ല കിടിലം മൂവീസ് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള മൂവീസ് വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം എനിക്ക് മൂവീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജനർ എന്ന് പറയുന്നത് ഹൊറർ ത്രില്ലർ ആ ഒരു ജനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സൈക്കോപത്തറ്റിക് സീരിയൽ കില്ലേഴ്സിൻ്റെ മൂവി അങ്ങനെ എന്തോ ഒരു മൈൻഡാണ് കേട്ടോ എനിക്കും. അപ്പോൾ ഇതുപോലുള്ള മൂവീസാണ് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇഷ്ടം. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ കുറച്ച് മൂവീസ് റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഹോളിവുഡിൽ കാണുന്നതും അതുപോലെ മറ്റ് ലാംഗ്വേജസിൽ കാണുന്നതും ഒന്നും നമുക്ക് മലയാളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാറേ ഇല്ല. പക്ഷെ മലയാളത്തിലും ഇപ്പോൾ അത്രയും കിടിലനായിട്ട് സ്കൈഫൈ ത്രില്ലേഴ്സൊക്കെ വരുന്നത് കൊണ്ട് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള മൂവീസ് ഇനിയും വരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മൂവി കാണാത്തവർ മസ്റ്റായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.